വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അഭിനന്ദ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ളതും വളരെ ആനന്ദമുള്ളതുമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്നെ വൈദിക പദവിയിലേക്ക് ഉയർത്തിയ അഭിനന്ദ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് സംസാരിക്കുന്നതിനും അഭിനന്ദ പിതാവിന് വേണ്ടി ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും ലഭിച്ച അവസരം ഒരു വലിയ ദൈവ നിയോഗമായിട്ട് തന്നെ ഞാൻ കണക്കാക്കിയാണ്. പ്രിയപ്പെട്ട സുബിനച്ചൻ നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ ഇടുക്കിയിൽ പോയ കാര്യമൊക്കെ കഴിഞ്ഞ ഒരു 4-5 ദിവസമായി ബഹുമാനപ്പെട്ട കുട്ടീനച്ചനും ഞാനും കേരളത്തിലെ എല്ലാ രൂപതകളിലും ചെന്ന് അവിടുത്തെ മെത്രാച്ചന്മാരെ ഈ മെത്രാഭിഷേകത്തിലേക്ക് ക്ഷണിക്കാൻ അങ്ങനെ ഇടുക്കിയിൽ വന്നാണ്. അതിനുശേഷം ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് വന്നു. ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുന്നതിന് മുൻപ് അഭിനന്ദ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും ഇവാനിയോസ് തിരുമേനിയുടെയും സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാബയുടെയും ഖബറിടമുള്ള ഭാഗ്യങ്ങളുടെ കലവറ അവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് ഈ രാവിളക്കോളം സംസാരിച്ചാലും തീരത്തില്ല. എത്ര സമയമാണ്? എത്ര സാറേ? 20 minutes തീരത്തില്ല. ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് ഡോക്ടർ ടി ബാബു പോൾ തിരുമേനിയുടെ ജൂബിലി കേരള സംസ്ഥാനം ആഘോഷിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മതാധ്യക്ഷന്റെ പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി കേരള സംസ്ഥാനം സാംസ്കാരിക വകുപ്പ് ആഘോഷിച്ചത് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മാത്രം. കേരള സംസ്ഥാനം ആഘോഷിച്ച ആ മീറ്റിംഗിൽ സ്വാഗതമരളിയ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ടി ബാബു പോൾ പറഞ്ഞു, മധ്യാഹ്ന സൂര്യനെ കാണിച്ചു കൊടുക്കുവാൻ മെഴുകുതിരി കത്തിക്കുന്നത് പോലെയാണ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് മാലോകരോട് എന്തെങ്കിലും പറയുവാൻ ഉദ്യമിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലുള്ള എല്ലാ കുഞ്ഞു കുട്ടികൾക്കും ഏറ്റവും പരിചിതമായൊരു ശബ്ദം ഗ്രിഗോറിയോസ് തിരുമേനിയുടെ. അന്ന് TV ഇല്ല, മറ്റ് വാർത്താമാധ്യമങ്ങളില്ല, റേഡിയോ മാത്രമേ. റേഡിയോയിൽ തിരുമേനിയുടെ പ്രഭാഷണവും തിരുമേനിയുടെ ശബ്ദവും ഏത് കുഞ്ഞു കുട്ടികൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മധ്യാഹ്ന സൂര്യനെ കാണിച്ചു കൊടുക്കുവാൻ മെഴുകുതിരി കത്തിക്കുന്നത് പോലെയാണ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് മാലോകരോട് എന്തെങ്കിലും പറയുവാൻ ഉദ്യമിക്കുന്നത്. ഗ്രിഗോറിയോസ് തിരുമേനി ദൈവത്തിനും മനുഷ്യർക്കും പ്രിയങ്കരനായ ഒരു ആചാര്യശ്രേഷ്ഠനാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തിരുമേനിയോട് സ്നേഹമുണ്ട്. എല്ലാവരോടും തിരുമേനി ഇടപെടുകയും ചെയ്യും. വലിയ ക്രാന്തദർശിയായിരുന്ന ഇവാനിയോസ് പിതാവ് ഗ്രിഗോറിയോസ് തിരുമേനിയെ മെത്രാനായി അഭിഷേകം ചെയ്തതിനു ശേഷം തിരുമേനിയെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്, ഹി ഈസ് ഗോൾഡ്, ഹി ഈസ് പ്യുവർ ഗോൾഡ്. അന്ന് എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായി. ഈ മാർ ഇവാനിയോസ് തിരുമേനി പറഞ്ഞ ഈ കാര്യം മാർ ഇവാനിയോസ് എന്ന പുസ്തകത്തിൽ വായിച്ചത് പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതായത് ഏത് ലോകവും, സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, തങ്കമാകട്ടെ, ഇരുമ്പാകട്ടെ, ഇത് പഞ്ചഭൂതങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ, വായു, അഗ്നി, വെള്ളം ഇതുമായിട്ട് ഇടപെടുമ്പോൾ ഇതിനെല്ലാം തേയ്മാനം, ക്ലാവ് അല്ലെങ്കിൽ അതിന് അശുദ്ധി ഉണ്ടാകും. എന്നാൽ സ്വർണം തീയിൽ കിടന്നാലോ വെള്ളത്തിൽ കിടന്നാലോ ചെളിയിൽ കിടന്നാലോ അതിന്റെ ഒളി മങ്ങത്തിൽ. ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് മാർ ഇവാനിയോസ് തിരുമേനി പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്നുള്ളത് തിരുമേനിയുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. തിരുമേനി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലെല്ലാം ഇടപെട്ടു. എല്ലാ രാഷ്ട്രീയക്കാരോടും തിരുമേനിക്ക് ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ പോലും തിരുമേനിയെക്കുറിച്ച് ഒരു അപവാദമോ തിരുമേനിയെക്കുറിച്ച് ഒരു കുറ്റമോ പറഞ്ഞിട്ടില്ല. എല്ലാവരോടും അവർക്ക് കൊടുക്കേണ്ട സ്ഥാനവും മാനവും കൊടുക്കുകയും അവരിൽ നല്ല ബഹുമാനം സ്വീകരിക്കുകയും ചെയ്ത ഒരാളാണ് ഗ്രിഗോറിയോസ്. അതുകൊണ്ട് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജൂബിലി, പൗരോഹിത്യ ജൂബിലി കേരള സംസ്ഥാനത്തിന്റെ ഒരാഘോഷമായിരുന്നു.
അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചതും. അതുപോലെ അന്നത്തെ നമ്മളുടെ ഉപരാഷ്ട്രപതി KR നാരായണൻ അതിന്റെ ഉദ്ഘാടകൻ ആയിരുന്നു. ഇന്ന് അതിനുശേഷവും അതിനു മുൻപും ഇന്ന് വരെയും ഒരു മതാധ്യക്ഷന്റെയും പൗരോഹിത്യ ജൂബിലി കേരള സംസ്ഥാനം ആഘോഷിച്ചിട്ടില്ല, ആചരിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ശവസംസ്കാരത്തിന് രഥം ഒരുക്കപ്പെടും. നമ്മുടെ പാളയത്തിൽ നിന്ന് പട്ടത്തേക്ക് കൊണ്ടുവരാനുള്ള രഥത്തിൽ നമ്മുടെ വിലാപയാത്ര ക്രമീകരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ഒരു വലിയ രഥമുണ്ടാക്കി. അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ബാലകൃഷ്ണപിള്ള പറഞ്ഞു, നിങ്ങൾ രഥം ഉണ്ടാക്കുന്നതൊന്നും കുഴപ്പമില്ല, ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഭൗതിക ശരീരം KSRTCയുടെ പുതിയ ബസ് അതിന്റെ ചേസിൽ ഞങ്ങൾ രഥം ഉണ്ടാക്കത്തിലുണ്ട്. അന്ന് അതിനെ സംബന്ധിച്ചിട്ടുള്ളവർക്കറിയാവുന്ന 2 രഥങ്ങളുണ്ടായി. KSRTCയുടെ രഥത്തിലാണ് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഭൗതിക ശരീരം പാളയത്ത് നിന്ന് പട്ടത്തേക്ക് കൊണ്ടുവന്നു. മറ്റേ രഥത്തിൽ വന്നിരുന്ന നടക്കാൻ വയ്യാത്ത തിരുവേനിമാരും ബാക്കിയുള്ളവരൊക്കെ കയറി. കേരളത്തിന്റെ 140 MLA-മാരും ആരും നിയന്ത്രിക്കാതെ, ആരും പറയാതെ ഈ വിലാപയാത്രയിൽ നടന്നു എന്നുള്ളതാണ് സത്യം. അവരെല്ലാവരും നടന്നു. എല്ലാവരും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എല്ലാവരും ആ വിലാപയാത്രയിൽ നടന്നു. അപ്പൊ അതുകൊണ്ട് തിരുമേനിയോട് ഈ കേരളത്തിന് വലിയ ബഹുമാനവും ആദരവുമുണ്ട്. ഒരുപക്ഷെ ഇന്ന് തിരുമേനിയുടെ മരണശേഷം 30 വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരുമാതിരി ഗ്രഹിക്കാറുണ്ട്. ബാക്കിയുള്ളവർക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ ഏത് മെത്രാച്ചൻ മരിച്ചാലും ഈ നാട്ടിലുള്ള ആര് മരിച്ചാലും സംസ്ഥാന ബഹുമതി വെടി വെക്കുന്ന ഒരു പരിപാടി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മതാധ്യക്ഷന് സംസ്ഥാന ബഹുമതി നൽകുന്നത്. അത് പൂർണ്ണ സംസ്ഥാന ബഹുമതിയാണ്. ഇതിപ്പം മെത്രാച്ചന്മാര് മരിക്കുമ്പോഴും കാതോലിക്ക ദാനം ചെയ്യുമ്പോഴും മന്ത്രിമാരും മരിക്കുമ്പോഴും ഒക്കെ ബഹുമതിയുണ്ട്. പക്ഷെങ്കിൽ അത് പൂർണ്ണ ബഹുമതിയാണ്. സംസ്ഥാനത്തിന്റെ പൂർണ്ണ ബഹുമതി കൊടുക്കുന്ന 24 റൗണ്ട് വെടി, ബാക്കി എല്ലാത്തിനും 12 റൗണ്ട്. ഇത് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞിട്ടുള്ള കാര്യം. അദ്ദേഹമായിരുന്നു അന്നത്തെ. അപ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് ആദ്യം സംസ്ഥാനത്തിന്റെ പൂർണ്ണ സംസ്ഥാന ബഹുമതി നൽകുന്നുണ്ട്. അത് സാധാരണ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാര് മരിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു ബഹുമതി. അപ്പോൾ പൂർണ്ണ സംസ്ഥാന ബഹുമതി നൽകണമെന്ന് EK നായനാര് പറഞ്ഞപ്പോൾ അലക്സാണ്ടർ ജേക്കബ് ചോദിച്ചു, തിരുമേനി അത് പൂർണ്ണ സംസ്ഥാന ബഹുമതിയാണെന്ന് ചോദിച്ചു. 24 റൗണ്ട്. അതേട് ഓമന് കൊടുത്തില്ലെങ്കിൽ ഈ രാജ്യത്ത് ആർക്കായത് കൊടുക്കുന്നു. അങ്ങനെ EK നായനാര് അന്ന് പൂർണ്ണ സംസ്ഥാന ബഹുമതി. അതിനുശേഷം എല്ലാ മെത്രാച്ചന്മാർക്കും ചോദിക്കുന്ന എല്ലാവർക്കും സംസ്ഥാന ബഹുമതിയുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കണം 24 12 എവിടെ നിങ്ങൾ എന്നെ എണ്ണിക്കണം. അപ്പൊ ഈ ഒരു കാര്യം ഗ്രിഗോറിയോസ് തിരുമേനിക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഗ്രിഗോറിയോസ് തിരുമേനിയോട് എല്ലാ രാഷ്ട്രീയക്കാർക്കും പ്രത്യേകമായ സ്നേഹം. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്, ഞങ്ങള് ഇവാനിയസ് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഗ്രിഗോറിയോസ് തിരുമേനി യോജിക്കാവുന്ന എല്ലാ മേഖലകളിലും എല്ലാ രാഷ്ട്രീയക്കാരും യോജിക്കും. യോജിക്കാനൊക്കാത്ത സ്ഥലങ്ങളിൽ തിരുമേനി മാറി നിൽക്കും. ആരെയും കുറ്റം പറയുന്നു. യോജിക്കാവുന്ന മേഖലകളിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ടാണ് ദൈവവിശ്വാസമില്ല നമ്മൾ ഇപ്പം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് ആരോടും പ്രത്യേകിച്ച് മമതയോടെയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യ കേരളത്തിൽ ഒരു മതാധ്യക്ഷനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തെ ബെനഡിക്ട് തിരുമേനി. കാരണം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ്. നമുക്കറിയാം, നമുക്ക് ഈ നാട്ടിൽ ലക്ഷം വീട് പദ്ധതി ഇപ്പൊ ഉണ്ടോ സാറേ? ഇല്ല. ഈ ലക്ഷം വീട് പദ്ധതിയുടെ പ്രചോദകനും പ്രചാരകനും ഗ്രിഗോറിയോസിനെ. പക്ഷെ MN ഗോവിന്ദൻ നായരാണ് അതിന്റെ അത് ഒരിക്കൽ തിരുമേനി ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, MN ഗോവിന്ദൻ നായരില്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണമെന്ന്. അതിന് വലിയ കോലാഹലമുണ്ട്. ദൈവവിശ്വാസമില്ലാത്ത MN ഗോവിന്ദൻ നായരുടെ സ്വർഗമാണ് തിരുമേനി. പക്ഷെ തിരുമേനി പറഞ്ഞതിന്റെ അർത്ഥം വേദോസ്തവം ശരിക്കും വായിക്കാത്തവരെ പറഞ്ഞു. ഞാൻ പരദേശിയായിരുന്നു, എനിക്ക് പാർപ്പണമില്ലായിരുന്നു, വിശന്നവനായിരുന്നു. നിങ്ങളിതെല്ലാം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് എന്റെ പിതാവിന്റെ സന്തോഷത്തിലേക്ക് നിങ്ങൾ ചേരുവീനെന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അന്ത്യവിധിയിൽ പറയും. കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുവാൻ ലക്ഷം വീട് പദ്ധതിക്ക് വേണ്ടി
ഗ്രിഗോറിയോസ് തിരുമേനി എം.എൻ. ഗോവിന്ദൻ നായരുടെ പറഞ്ഞതനുസരിച്ചാണ് അതിന്റെ പ്രചാരകനും പ്രചോദകനും ഗ്രിഗോറിയോസ് തിരുമേനി. അതുകൊണ്ടാണ് തിരുമേനി പറഞ്ഞത്, എം.എൻ. ഗോവിന്ദൻ നായരില്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ട എന്ന് തിരുമേനി പറഞ്ഞു. തിരുമേനിയുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആത്മീയ ജീവിതത്തിൽ നമ്മൾ അവധി എടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവധി ആത്മീയ ജീവിതത്തിൽ. നമ്മൾ ക്ഷീണിച്ചു വന്നാൽ അന്നത്തെ സന്ധ്യാപ്രാർത്ഥന വെള്ളത്തിൽ പോകും. അല്പം തലവേദന ക്ഷീണമുണ്ടെങ്കിൽ രാവിലത്തെ പ്രാർത്ഥന ഇല്ലാതായി. പക്ഷെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവധിയില്ലാത്ത ആളായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അമേരിക്കയിലെ വലിയ ഫേമസ് ആയിരുന്ന ഫുൾട്ടൺ ജേഷിയിൽ ബിഷപ്പ്, അദ്ദേഹം എല്ലാ ദിവസവും 1 മണിക്കൂർ ആരാധന നടത്തിയിരുന്നു. ഗ്രിഗോറിയോസ് തിരുമേനിക്ക് ആപത്തുള്ള അത്രയും സമയം എന്ന് പറഞ്ഞാൽ രോഗിയാകുന്നതിന് മുൻപ് വരെ ഏത് സ്ഥലത്ത് പോയാലും എത്ര രാത്രി ആയാലും തിരുമേനി ഈ 1 മണിക്കൂർ ആരാധന നടത്തിയിരുന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുരിശിന്റെ വഴി തിരുമേനി നടത്തുമായിരുന്നു. ഞങ്ങള് മൈനസ് സെമിനാരിയിൽ ആയിരിക്കുമ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനി, അന്ന് നമുക്ക് 2 തിരുമേനിമാരെ ഉള്ളൂ. ഗ്രിഗോറിയോസ് തിരുമേനിക്ക് വേണ്ടി ഒരു മുറിയുണ്ട്. തിരുമേനി വന്നാൽ സാക്രിസ്റ്റിന് അന്ന് വലിയ പണിയാണ്. കാരണം ചാപ്പൽ തുറന്ന് തിരുമേനി പോയിട്ടില്ല, നമുക്ക് ചാപ്പൽ അടിച്ച് പറയണം. തിരുമേനി വന്നാൽ വളരെ ക്ഷീണമുണ്ടെങ്കിൽ ഈ മദ്ബഹായുടെ മുമ്പിൽ തിരുമേനി സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കും. കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടെന്നാൽ മുട്ടന്മേൽ അല്ലെങ്കിൽ നിൽക്കും. അവിടെ 1 മണിക്കൂർ ആരാധന നടത്തും. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ തിരുമേനി കൃത്യമായിട്ട് കുരിശിന്റെ വഴി നടത്തും. അതൊക്കെ കാഞ്ചി സെമിനാരിയിൽ നിന്ന് ലഭിച്ച പരിശീലനം. അതുപോലെ നല്ല ഒരു സന്യാസിയുടെ എല്ലാ ഗുണങ്ങളും തിരുമേനിക്കുണ്ടായിരുന്നു. ഞാൻ ആലുവ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലുവ സെമിനാരിയുടെ ജൂബിലിയായി. അപ്പം അന്നൊരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വലിയ ഡിന്നർ ഉണ്ടായിരുന്നു, കലാപരിപാടികളുണ്ടായിരുന്നു. അതിനുശേഷം ഈ ചാപ്പൽ, പിറ്റേ ദിവസത്തെ കുർബാനയ്ക്ക് വേണ്ടി ഈ ചാപ്പൽ എടുക്കും. പിറ്റേ ദിവസത്തെ കുർബാനയുടെ ഹോമിലി പറയുന്നത് ഗ്രിഗോറിയോസ് തിരുമേനി. അപ്പൊ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് ഒരു 10 മണിയായപ്പോൾ അവിടുത്തെ വലിയ പള്ളിക്കകത്ത് വന്നപ്പോൾ ഒരു ബ്രദർ വന്നു. അവിടെ അവർ മെത്രാച്ചനാണ് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴേ ഗ്രിഗോറിയോസ് തിരുമേനി ആ സക്രാരിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരുമേനി കുമ്പിട്ട് അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു തിരുമേനി പോകാതെ ഓൾട്ടറല്ല ഇരിക്കുന്നതിന്. അതിനുശേഷം തിരുമേനി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. തിരുമേനി വേ ഓഫ് ദ ക്രോസ് നടത്തി തിരുമേനി ഇറങ്ങിപ്പോയതിനു ശേഷം ഞങ്ങൾ 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഷമ്മാഷന്മാര് പറഞ്ഞു, കാരണം ബാക്കി മെത്രാച്ചന്മാരെല്ലാവരും ഭക്ഷണം കഴിച്ച് കൂർക്കം വലിച്ച് ഉറക്കപ്പെടുക. പക്ഷെ ഇവിടെ ഒരു മെത്രാച്ചൻ താമസിച്ച് വന്നു. അദ്ദേഹം തേണ്ട 1 മണിക്കൂർ ആരാധനയും തേണ്ട ഈ വേ ഓഫ് ദ ക്രോസ് ഒക്കെ നടത്തുക. അവൻ പറഞ്ഞു, ഈ തിരുമേനിയുടെ മുഖത്തിന് നല്ല ചൈതന്യം വന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്ത് നല്ല ചൈതന്യമുണ്ട്, നമുക്ക് ആ ചൈതന്യം ഇല്ലാത്ത അത്രയും പ്രാർത്ഥനയില്ലാത്ത. തിരുമേനി ഒരു പ്രാവശ്യം കണ്ട ഒരു ഹൈന്ദവനായ ആശാരി രവി എന്നോട് പറഞ്ഞു, അവൻ വേദപുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവനെ ഈ സത്യവേദ പുസ്തകം വായിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, അവൻ വിളിച്ചവരെ വേർതിരിച്ചു, വേർതിരിച്ചവരെ വിശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ചു. ഈ POC ബൈബിളിൽ മഹത്വപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് തേജസ്കരിക്കപ്പെട്ട ഒരു മുഖമാണ് ഗ്രിഗോറിയോസിന്. ഒരു ഹൈന്ദവനാണ്, വേദപുസ്തകം വായിച്ചു, നല്ല ബുദ്ധിയുള്ള ആശാരിയാണ്. അവൻ തിരുമേനിയെ കുറിച്ച് പറഞ്ഞത്, വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് തേജസ്കരിക്കപ്പെട്ട ഒരു മുഖമാണ്. അത് ആ കുടുംബത്തിൽ വേറെ ആർക്കുമില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ അച്ഛനെ കാണുമ്പോൾ പറയും, അച്ഛനോട് എനിക്ക് വലിയ സ്നേഹവും അച്ഛൻ എന്നോട് സ്നേഹമാണ്. ഞാൻ ചോദിക്കും, തമാശയായിട്ട് ചോദിക്കും, നിങ്ങൾ 2 പേരും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഒന്നാണ്, നിങ്ങൾ 2 പേരും ആശ്രമക്കാരാണ്. അപ്പം അതിന്റെ ഒരു ഇതൊന്നും മീശയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു തേജസ് ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. ഞാൻ എപ്പോഴും കാണും പറയാറുണ്ട്. അപ്പൊ അത് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിൽ അച്ഛന്റെ ഇടയ്ക്ക് എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അച്ഛൻ എന്നോടും വലിയ സ്നേഹവും ആദരവും കാണിക്കാറുണ്ട്. കാരണം ഗ്രിഗോറിയോസ് തിരുമേനിയോടുള്ള എന്റെ സ്നേഹം കൊണ്ടാണ് തിരുമേനി അച്ഛൻ എന്നോട് കാണിക്കുന്നത്. എനിക്കും തിരുമേനിയോടുള്ള സ്നേഹം, തിരുമേനിയെ നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിലും ഈ അച്ഛനെ കാണുമ്പോൾ അത്രയും തേജസ് അല്ലെങ്കിലും ഞങ്ങൾ തിരുമേനിയുടെ ഇതായിട്ടാണ് കാണുന്നത്, പ്രതിനിധിയായിട്ടൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെ
വിളിച്ച് വേർതിരിച്ച് തേജസ്കരിക്കപ്പെട്ട ഒരു മുഖമാണ് തിരുവേനി. തിരുവേനി എന്നും ഒന്നാമനായിരുന്നതാണ്. ചെന്ന എല്ലായിടത്തും ഒന്നാമനാണ്. പഠിച്ച സ്കൂള് തൊട്ട് അതുപോലെ തന്നെ പഠിച്ച എല്ലായിടത്തും അദ്ദേഹം ഒന്നാമനാണ്. തിരുവേനിയുടെ കൂടെ ഇരവുമേൽ സ്കൂളിൽ പഠിച്ചയാളാണ് മാർത്തോമാ സഭയിലെ ക്രിസോസ്റ്റം മെത്രാപ്പൊലി. അദ്ദേഹം ഒരിക്കൽ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ചുള്ള പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനും ഈ ഗ്രിഗോറിയോസ് മെത്രാച്ചനും ഒരുമിച്ച് പഠിച്ചത്. അന്നും എനിക്ക് ഇത്രയും വണ്ണവും തടിയൊക്കെ ഉണ്ടായിരുന്നു. തിരുമേനി എന്റെ കതിര് പോലില്ല. ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് അവിടെ ഫുട്ബോൾ കളിക്കും, വെള്ളത്തിലേക്കും അടിയൊക്കെ കൂടും. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ നിക്കറയിലൊക്കെ ചെളി പഠിക്കുമ്പോൾ വീട്ടിൽ നിന്നും അടി കിട്ടും. ഗ്രിഗോറിയോസ് തിരുമേനി റോഡിന്റെ വലതുവശം ചേർന്ന് വീട്ടു. അതിനുശേഷം മാർക്ക് വരുമ്പോൾ അന്ന് ഈ സ്കൂളിലൊക്കെ ഇപ്പൊ അങ്ങനെ ഇല്ല, ഇപ്പൊ അങ്ങനെ പറയാനില്ല. സ്കൂളിൽ ടെസ്റ്റ് പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് മാർക്ക് ഓരോരുത്തരുടെയും പേര് വിളിക്കും, മാർക്ക് പരസ്യമായിട്ട് പറയും. അത് ഈ ക്രിസോസ്റ്റത്തിന് പേരെ വിളിച്ചിട്ട് പറയും, നിനക്ക് 100-ൽ 40 മാർക്കുണ്ടെന്ന്. ഇതിൽ കൂടുതൽ നിനക്ക് കിട്ടാൻ വകുപ്പില്ലെന്ന്. ഞാൻ ഈ 40 മാർക്കിന്റെ പേപ്പർ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനിയെ വിളിക്കും, 100-ൽ 95, ഇവനിതിൽ കുറച്ച് കൊടുക്കാനുള്ളത്. അപ്പൊ എല്ലായിടത്തും ഒന്നാമനാണ്. തിരുമേനി പഠിച്ച തൃശൂർ സെന്റ് ജോസഫ് കോളേജിൽ എക്കണോമിക്സ് അനന്തശാസ്ത്രത്തിൽ 1ാം ക്ലാസ്സിൽ 1ാം റാങ്കോടുകൂടി പാസ്സായിരുന്നു. തിരുമേനിയുടെ മാർക്ക് ഇതുവരെ ആരും കവർ ചെയ്തത്. അതിനുശേഷം തിരുമേനിയുടെ ജൂബിലിയുടെ സമയത്ത് തിരുമേനിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു വള്ളോപ്പള്ളി തിരുമേനി, തലശ്ശേരിയിലെ ആദ്യത്തെ ബിഷപ്പ് സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി തിരുമേനി. തിരുമേനി അതിന്റെ അകത്ത് ഒരു ലേഖനം എഴുതി, ഞാനും ഈ ബെനഡിക്ട് ബ്രദറും ഒരുമിച്ച് കാറ്റീസം വിചാരിച്ചത്. പക്ഷേ ഈ ബെനഡിക്ട് ബ്രദർ അന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാറ്റിൻ ലാംഗ്വേജ്. ലാറ്റിൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്, പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്, വളരെ സിസ്റ്റമാറ്റിക് ലാംഗ്വേജ്. ബെനഡിക്ട് അപ്പോൾ ഫിലോസഫിയിൽ 1ാമത്തെ വർഷം ലാറ്റിൻ ലാംഗ്വേജ് പഠിപ്പിക്കാറുണ്ട്. അവ ഈ ബെനഡിക്ട് ബ്രദറിന് ടെസ്റ്റ് ഇട്ടപ്പോൾ ലാറ്റിൻ നല്ലപോലെ അറിയാവുന്നുണ്ട്. നീ 1ാം ക്ലാസ്സിലേക്ക് ഫസ്റ്റ് ഇയർ തിയോളജി ഇരിക്കണ്ട, ഫസ്റ്റ് ഇയർ ഫിലോസഫി ഇരിക്കണ്ട, സെക്കൻഡ് ഇയർ ഫിലോസഫിയിലേക്ക് എത്തി. അപ്പം വള്ളപ്പള്ളി തിരുമേനി പറഞ്ഞു, ഞാനും മെഡിക്കലായിരുന്നെങ്കിൽ തിരുമേനിയുടെ കൂടെ ജൂബിലി ആഘോഷിയാണ്. പക്ഷെ എനിക്കൊരു വർഷം കൂടെ ഉണ്ട്. ഈ ബെനഡിക്ട് ബ്രദർ മെഡിക്കലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വർഷം പ്രൊമോഷൻ കിട്ടി. അങ്ങനെയാണ്. അപ്പോൾ അവിടെ തിരുമേനി ഒന്നാമനായിട്ട് ഭാഷ നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട്, ലത്തീൻ ഭാഷ അറിയാവുന്നതുകൊണ്ട്, കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഭാഷയാണ് ലത്തീൻ ഭാഷ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഫസ്റ്റ് ഇയർ ഫിലോസഫിയിൽ സെക്കൻഡ് ഇയർ ഫിലോസഫിയിൽ കയറിയിരുന്നു. തിരുമേനിയുടെ ഈ ഭാഷ പഠിക്കാൻ, അതുപോലെ എല്ലാ കാര്യങ്ങളിലും പഠിക്കുന്നതിൽ വളരെ തിരുമേനി യാത്ര ചെയ്ത് പോകുമ്പോഴാണെങ്കിൽ ഓരോ സ്ഥലത്തും കാണുന്ന കാര്യങ്ങൾ കാണുക, എന്തായിരുന്നത് വളരെ അന്വേഷണ ബുദ്ധി, അതെല്ലാം അറിയുകയും സംശീകരിക്കുകയും അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവാണ്. നിങ്ങൾക്കറിയാമല്ലോ, സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിൽ കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനഡാണ്. അത് വർഷങ്ങൾ എടുത്ത സിനഡാണ്. ഇന്ത്യയിൽ നിന്ന് ഈ സുനഹദോസിൽ പൂർണ്ണ സമയം സംബന്ധിച്ചിട്ടുള്ള ചുരുക്കം ജനരിൽ ഒരാള് ഗ്രിഗോറിയോസ് തിരുമേനി. അന്ന് ഈ സിനഡിന്റെ വർക്ക്ഷോപ്പുകൾ, ആ വർക്ക്ഷോപ്പുകളുടെ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ 1ാമത്തേത് ഔദ്യോഗിക ഭാഷയായ ലാറ്റിൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഇങ്ങനെ 5-6 വർക്ക്ഷോപ്പിലാണ്. ലാറ്റിൻ വർക്ക്ഷോപ്പിന്റെ ലീഡർ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ആ വർക്ക്ഷോപ്പിലെ ഒരു അംഗമായിരുന്നു കരോൾ വോയ്റ്റില, അതായത് പിന്നീട് പരിശുദ്ധ ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പ. ആ മുഴുവൻ സുനഹദോസിനും സംബന്ധിച്ചാലും ഞാൻ റോമിൽ ചെന്നപ്പോൾ ഈ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിന്റെ സിനഡിന്റെ ഡോക്യുമെന്റ്സ് നോക്കുന്നത്, ഈ സിനഡിന്റെ ലാറ്റിൻ വർക്ക്ഷോപ്പിന്റെ ലീഡർ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ആ വർക്ക്ഷോപ്പിലെ ഒരു അംഗമായിരുന്നു കരോൾ വോയ്റ്റില, പിന്നീട് പരിശുദ്ധ ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പ. റോമിൽ ഞങ്ങള് മാർപ്പാപ്പായെ കാണാൻ ചെന്നപ്പോൾ സീറോ മലങ്കരക്ക് മാർ ഗ്രിഗോറിയോസ് എന്ന് അദ്ദേഹത്തിന് ഒരു കാലത്ത് മലങ്കര സഭ ഐഡന്റിഫൈ ചെയ്യുന്നത് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഈസ് ഈക്വൽ ടു മലങ്കര ചർച്ച് എന്നുള്ളതാണ്. കാരണം 42 സംവത്സരം നമ്മുടെ സഭയുടെ ഭരണസാന്നിധ്യം, നമ്മുടെ
കേരളത്തിന്റെ ശിലാകേന്ദ്രത്തിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരളത്തിലെ മൂന്നാമത്തെ ആളായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി. ഒന്നാമത്തെ ഗവർണർ, രണ്ടാമത്തെ മുഖ്യമന്ത്രി, മൂന്നാമത്തെ ഗ്രിഗോറിയോസ് തിരുമേനി. ഗവർണറുടെ വസതിയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി ഒഴികെ മന്ത്രിമാര് പോയാലും അവരുടെ വണ്ടിയുടെ കാറിന്റെ നമ്പർ അവിടെ ഗേറ്റിൽ പറഞ്ഞു പോയില്ലെങ്കിൽ ഒരിക്കലും ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരിക്കൽ നമ്പർ കൊടുക്കാതെ എല്ലായ്പ്പോഴും പോകാവുന്ന ഒരാളാണ്. നിങ്ങൾ ആരെങ്കിലും ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തപ്പോഴേ മാതൃഭൂമി പത്രം എഴുതത് പണിതുണ്ടെങ്കിൽ നോക്കണം. മാതൃഭൂമിക്കാരെഴുത് ആർച്ച് ബിഷപ്പ് കാലം ചെയ്തതാണ്. ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രിഗോറിയോസ് തിരുമേനി ആർച്ച് ബിഷപ്പ് കാലം ചെയ്തു. പിന്നീട് താഴോട്ട് വരുമ്പോഴാണ് തിരുവനന്തപുരത്തെ ബെനഡിക്ട് ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. അങ്ങനെ ആർച്ച് ബിഷപ്പ് കാലം ചെയ്തത്. തിരുവനന്തപുരം ഇന്ത്യയുടെ ഏറ്റവും താഴെയാണ്. നമ്മളുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഡൽഹിയിൽ അവിടെ ആർച്ച് ബിഷപ്പ് കൊണ്ടുവന്നു. പക്ഷേ ബാബർ മസ്ജിദ് പൊളിച്ചതിന് ശേഷം എ.കെ. അദ്വാനിയൊക്കെ വിളിച്ചുകൂട്ടിയ ആ ഒരു മീറ്റിംഗിൽ ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായിട്ട് ഇങ്ങനെ താഴെയുള്ള ഗ്രിഗോറിയോസ് തിരുമേനിയെ, അന്ന് തിരുമേനി ഇവിടെയില്ല, റോമിലാണ്. അവിടുന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ തിരുമേനിയെ കൊണ്ട് തിരിച്ചുവിട്ടു. തിരുമേനിയായിരുന്നു അതിന്റെ ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായിട്ടുള്ളത്. ഗ്രിഗോറിയോസ് തിരുമേനി ഇംഗ്ലീഷ് ഭാഷയിലാണ് സംസാരിച്ചത്. തിരുമേനി കാലം ചെയ്തത് ഏതാനും വർഷം മുമ്പ്, അധികം അല്ല. അപ്പൊ എ.കെ. അദ്വാനി പറഞ്ഞു, ആർച്ച് ബിഷപ്പ്, ഇറ്റ് ഈസ് ഷെയിം ദാറ്റ് യു ഡു നോട്ട് സ്പീക്ക് ഹിന്ദി, the first language of the nation. തിരുമേനി പറഞ്ഞു, നെക്സ്റ്റ് ടൈം when I come I shall speak in Hindi. എന്നിട്ട് തിരുമേനി പുസ്തകം വാങ്ങിച്ചുകൊണ്ട് ഹിന്ദിയുടെ പുസ്തകം വാങ്ങി. പക്ഷേ തിരുമേനിക്ക് ശേഷം രോഗാകുലനായിരുന്നു. അപ്പോൾ എപ്പോഴും പഠിക്കുവാനും എല്ലാവരെയും ആകർഷിക്കുവാനുമുള്ള ഒരു, അതുപോലെ തന്നെ തിരുമേനി നല്ലൊരു ടീച്ചർ. ഞാൻ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ ടീച്ചർ എന്ന് പറഞ്ഞാൽ തിരുമേനിക്ക് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് ഭംഗിയായിട്ട് ലോജിക്കലായിട്ട് പറയാനായിട്ട് സാധിക്കും. ഞങ്ങൾക്ക് സെമിനാരിയിൽ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിനെ കുറിച്ചിട്ട് 15 പേരുടെ ഒരു കോഴ്സും ഞങ്ങളെ ചങ്ങനാശ്ശേരി തുരുത്തുമാൽ ലക്ഷനാണ് അത് പഠിപ്പിച്ചത്. ഗ്രിഗോറിയോസ് തിരുമേനി ഒരു ദിവസം ആലുവ സെമിനാരി വന്നപ്പോഴും തിരുമേനി പറഞ്ഞു, എല്ലാവരെയും വിളിച്ചുകൊണ്ടിരുന്നു, സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കാം. 45 മിനിറ്റ് ഒരു ക്ലാസ്. തിരുമേനി ബോർഡിൽ പടം വരച്ച് ഈ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിനെ കുറിച്ച് പഠിക്കും. 45 മിനിറ്റ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് അവതരിക്കും. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞു, ഇത്രയും വലിയ സാധനമാണ് ഈ 15 മിനിറ്റ് പഠിപ്പിച്ച് നമുക്കൊന്ന് മനസ്സിലാകാൻ. തിരുമേനി വളരെ ഭംഗിയായിട്ട് നമുക്ക് വേണ്ടി. അവ എന്നും ക്ലാസ്സിൽ ഉറങ്ങുന്ന ഒരു മാനന്തവാടിക്കാരൻ, അവരോട് ഞാൻ ചെന്നാണ് നീ ഉറങ്ങാൻ ചോദിച്ചു. കാരണം ആ തിരുമേനിയുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഉറക്കം പറ്റും. അതുകൊണ്ട് ഉറങ്ങി ഞാനിങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ ആ തിരുമേനിയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു പോയത്. അപ്പൊ അങ്ങനെ എല്ലാവരെയും ആകർഷിക്കുവാൻ കഴിവുള്ള വലിയൊരു സ്പിരിച്വൽ വൈബ്രേഷൻ ഉള്ളയാളാണ് ഗ്രിഗോറിയോസ്. അതുകൊണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രിഗോറിയോസ് തിരുമേനി എല്ലാവരെയും കണ്ടുപിടിച്ചു. ഞാന് 20 മിനിറ്റായി. ഞാൻ അമേരിക്കയിലെ ഡാലസിൽ കുറച്ചുനാൾ ജോലി ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ സെമിനാരി പഠിപ്പിക്കാൻ വന്ന വർഷം 2022 ഡാലസിൽ ചെന്നപ്പോഴേ അവിടുത്തെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മലങ്കര സഭയാണ്. പറഞ്ഞു, I saw your Archbishop Mar Gregorius on a stage. He is a charismatic bishop with a golden beard. He is a saintly bishop. സ്റ്റേജിൽ കണ്ടതേ ഉള്ളൂ, തിരുമേനി വർത്താനം പറഞ്ഞ് കേട്ടതേ ഉള്ളൂ. I saw your Archbishop Mar Gregorius. He is a saintly bishop. A bishop with a golden beard. He is a saintly bishop. അപ്പൊ തിരുമേനിയെ കാണുന്ന സാധാരണ സായിപ്പന്മാർ നമ്മളെ കുറിച്ച് നന്ദിയൊക്കെ പറയും, നമ്മളെ പുച്ഛമായിട്ടാണ്. പക്ഷെങ്കിൽ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സംസാരവും തിരുമേനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേ തിരുമേനി ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം തിരുമേനിയെ കാണുന്നവരെ തിരുമേനിയേക്ക് ആകർഷിക്കാനുള്ള ഒരു വലിയ സ്പിരിച്വൽ വൈബ്രേഷൻ ഉള്ളതാണ്. അത് തിരുമേനിക്കൊരു വലിയ ഒരു ആത്മീക ശക്തിയുള്ള ആളാണെന്നുള്ളത് യാതൊരു സംശയവും. തിരുമേനി ഈ രോഗത്തെ പോലും, തിരുമേനിക്കുണ്ടായ രോഗത്തെ പോലും, തിരുമേനി ഒരിക്കൽ പോലും അങ്ങനെ രോഗിയായിട്ട് കിടന്നിട്ടില്ല, വല്ല പനിയെ പോലും. പക്ഷെ അവസാനം വന്നപ്പോഴേ ഏറ്റവും വേദനയുള്ള രോഗമാണ്. അപ്പൊ തിരുമേനിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കൂട്ടത്തിൽ സിസ്റ്റർ മക്രീന ഉണ്ടായിരുന്നു.
അക്രീന മരിച്ചുപോയ സിസ്റ്റർ. അപ്പം നമുക്കറിയാതെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിഷമം വരുമ്പോൾ നമുക്ക് നമ്മുടെ വേദനയാണ്. അപ്പൊ തിരുമേനി ഈ വേദന ഉള്ളപ്പോഴേ ആ വേദന ഇങ്ങനെ കടിച്ചു പിടിച്ച് ആരെയും കാണിക്കാറില്ല. എപ്പോഴും നല്ല സുഖം എന്നേ പറയുന്നു. ഈ വേദന ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എന്നാലും എന്റെ തിരുമേനിക്ക് ഈ രോഗം വന്നല്ലോ എന്ന്. തിരുമേനി ശാസിച്ചു, എന്താ നീ പറഞ്ഞത്? എനിക്ക് ഈ രോഗം വന്നല്ലോ. തിരുമേനി പറഞ്ഞു, കഷ്ടങ്ങൾ നേരിടുമ്പോൾ കഷ്ടപ്പെട്ടവനായ എന്റെ കർത്താവിനോട് ഞാൻ ഏറ്റവും അടുത്ത കൂട്ടാളിയായിത്തീരുന്നു. ഞാനിതുവരെയും കർത്താവിന്റെ മഹത്വത്തിൽ ഒരു മേൽപ്പട്ടക്കാരനായിട്ട് ഞാൻ വിരാജിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കുചേരും. അതുകൊണ്ട് നമുക്ക് രോഗങ്ങളും ക്ലേശങ്ങളും പീഡകളും വരുമ്പോൾ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് കുരിശെ നോക്കി നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കും. ഇങ്ങനെ അമേരിക്കയിൽ ചികിത്സിക്കാൻ ചെന്നപ്പോൾ ഒരു ഗ്രാഫ് വന്നു. തിരുമേനിയുടെ വേദനയുടെ ഗ്രാഫ്. അവൻ തിരുമേനി അതിൽ എപ്പോഴും 0 രേഖപ്പെടും. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു, തിരുമേനിക്ക് നല്ല വേദനയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് തിരുമേനി 0 രേഖപ്പെടുന്നത്? ഈ അമേരിക്കയിലെ കാതലിക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ക്രൂശിത രൂപം വെച്ചു. തിരുമേനി പറഞ്ഞു, ആ ക്രൂശിത രൂപം ചൂണ്ടിക്കാണിച്ചു, എന്റെ കർത്താവ് വെച്ച വേദനയോട് തുലനം ചെയ്യുമ്പോൾ എന്റെ വേദന വെറും 0. അങ്ങനെ വേദനകളെ പോലും ദൈവികമായി കാണുവാനും ദൈവികമായിട്ട് അതിനോട് സമീപിക്കുവാനും താണിയുള്ളപ്പോഴാണ് ഒരാളുടെ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ. ഞാനെന്നാൽ ഈ പ്രിയജനമേ വിട എന്ന ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ എന്റെ ദൈവമേ, നമുക്കും വലിയ രോഗം വരുമ്പോൾ ഇതുപോലെ പറയുവാനും സ്വീകരിക്കുവാനും ഇട തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ തിരുമേനി മതാധ്യക്ഷന്മാരുമായിട്ടൊക്കെ ഇടപെടുന്നത് കത്തോലിക്കര് മാത്രമല്ല, ഓർത്തഡോക്സുകാരോടും യാക്കോബക്കാരോടും മർത്തോമാക്കാരോടും CSIക്കാരോടും ഇടപെടുമ്പോൾ അവിടെ എല്ലാം തിരുമേനി ഒന്നാമനായിട്ട് നിൽക്കും. നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി സംഘം റോമിൽ പോയി അവരെ നയിച്ചിരുന്ന ഗ്രിഗോറിയോസ് തിരുമേനി. ആ പ്രതിനിധി സംഘത്തിൽ ഓർത്തഡോക്സ് സഭയിലെ മാത്യൂസ് മാർ കൂറിലോസ്, പിന്നീട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാർ, ഏഞ്ചൽ ബാർ, രണ്ടാമത്തത് മാർത്തോമ സഭയിലെ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത, ക്നാനായക്കാരുടെ ഏബ്രഹാം മാർ ക്ലേമീസ് തിരുമേനി, ബിഷപ്പ് MC മാർ, ഇവരെ കൂട്ടിക്കൊണ്ട് തിരുമേനി റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടു. അതിനുശേഷം ഇവരെല്ലാം ഒരുമിച്ച് ജർമ്മനി പോയി. തിരുമേനിയുടെ ഈ ജൂബിലി ഈ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാബ ഒരു ലേഖനത്തിൽ പറഞ്ഞു, ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് റോമിൽ പോയതും ജർമ്മനിയിലുള്ള ട്രെയിനിന്റെ ഒരു കമ്പാർട്ട്മെന്റിൽ വിവിധ സഭകളിലെ മെത്രാച്ചന്മാര് തലങ്ങനെയും വിലങ്ങനെയും കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങി. വിവിധ സഭകളിൽപ്പെട്ടവരായ ഞങ്ങൾ വളരെ ഐക്യത്തോടെ കൂർക്കം വലിച്ചുറങ്ങുന്നത് കണ്ട് സ്വർഗത്തിൽ മാലാഹമാരും പരിശുദ്ധന്മാരെ സന്തോഷിക്കുകയാണ്. അവര് കർത്താവിനോട് പ്രാർത്ഥിച്ചു കാണും, കർത്താവെ ഇവരുടെ ഈ ഐക്യവും സ്നേഹവും ഇവര് നാട്ടിൽ വന്നാലും ഉണ്ടാകണം എന്ന് പറഞ്ഞു. ആ ഒരു സ്വർഗീയ യാത്രയുടെ അനുഭവം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്ന് ഏഞ്ചൽ ബാബ മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാബ തിരുമേനിയുടെ ജൂബിലി സ്മരണയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. വായിച്ചിട്ടില്ലാത്തവർക്ക് ഇതിലേക്ക് വായിക്കാൻ കേട്ടോ. അപ്പൊ അത്രയ്ക്ക് എല്ലാവരോടും തിരുമേനിക്ക് ഇടപെടുവാനായിട്ടുള്ള വലിയ, എല്ലാവരെയും തിരുമേനി കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള അല്ലെങ്കിൽ നയിക്കുവാനുള്ള വലിയ ശക്തി തിരുമേനിക്ക്. അഭ്യന്തര തിരുമേനിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കപ്പെടും. എനിക്ക് വലിയ സ്നേഹവും അതുപോലെ പറഞ്ഞാലും തീരാതിരിക്കുന്നതിന് കാരണം തിരുമേനിയുടെ ജീവിതത്തെ നോക്കിക്കാണുകയും മറ്റുള്ളവർ പറയുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് തിരുമേനിയോട് ആകൃഷ്ടരായി പോകും. സത്യം പറഞ്ഞാൽ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് എന്നെ അറിയത്തില്ല. ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ തിരുമേനിയുടെ പിതാവായ എനിക്ക് പട്ടണമുണ്ട്, ആട്ടെ ആണോ കൊള്ളാം, ദൈവം അനുഗ്രഹിക്കുന്നു, ചുരുങ്ങിയ വാക്കുകളല്ല, അത് കൂടിയ വർത്തമാനം പോയി. അപ്പോൾ ഈ തിരുമേനിയെ എന്നെ പരിചയമില്ലാത്ത, എന്നെ വ്യക്തിപരമായിട്ടറിഞ്ഞ, ഇപ്പോൾ ഉള്ള തിരുമേനിമാരെല്ലാം എന്നെ അറിയുന്നവരാ, വ്യക്തിപരമായിട്ടറിയാം. പക്ഷെ അവരെക്കാൾ എല്ലാം അധികമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഗ്രിഗോറിയോസ് തിരുമേനിയോട്
ഇത്രയും വലിയ സ്നേഹവും ആത്മബന്ധവും എന്ന് ചോദിച്ചാൽ അത് തിരുമേനിയുടെ ആ ജീവിതം നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്നു. തിരുമേനിയെ അടുത്തറിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. വീണ്ടും ബാബുപ്പോൾ പറഞ്ഞു, അറിഞ്ഞപ്പോൾ മുതൽ ആദരിക്കാനും അടുത്തപ്പോൾ മുതൽ ആരാധിക്കുവാനുമുള്ള മനോഭാവമാണ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെടുത്തത്. സാധാരണക്കാരല്ല പറയുന്നത്. കേരളം കണ്ട ഏറ്റവും നല്ല IAS കാരൻ, വലിയ ബുദ്ധിമാനായിരിക്കുന്ന ഡോക്ടർ ഡി ബാബുപ്പോളുണ്ട്. അറിഞ്ഞപ്പോൾ മുതൽ ആദരിക്കുവാനും അടുത്തപ്പോൾ മുതൽ ആരാധിക്കുവാനുമുള്ള മനോഭാവമാണ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോട് എനിക്കുള്ളത്. ഞാൻ അത്രയൊന്നും അറിയത്തില്ലെങ്കിൽ പോലും തിരുമേനിയോട് നമുക്കൊരു ആരാധന മനോഭാവം ഉണ്ടാകത്തക്ക രീതിയിൽ അത്രയ്ക്ക് വിശിഷ്ടമായ വശ്യശക്തിയുള്ള ഒരു ജീവിതമായിരുന്നു ഗ്രിഗോറിയോസ്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അധികമായാൽ അബദ്ധം വിഷമാകുന്നു. അതുകൊണ്ട് ഇനിയും നമുക്ക് പറയുവാൻ അവസരം ഉണ്ടാകുമല്ലോ. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുസ്മരണയിൽ ഇവിടെ വരുന്നതിനും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും തിരുമേനിയെ കുറിച്ച് രണ്ടു വാക്ക് പറയുന്നതിനുള്ള അവസരം ലഭിച്ചതും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇതെന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സ്ഥലത്ത് വന്ന് ഞാൻ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തും. അനേക കാര്യങ്ങളെയും പറയാൻ പക്ഷേ ഞാനിവിടെ സമാപിക്കും. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതം ആത്മീക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയ മാതൃക. ഒരിക്കലും ആത്മീയ ജീവിതത്തിന്റെ അവധിയില്ല. അതെപ്പോഴും തിരുമേനി നിർവഹിക്കുന്ന. എന്നാൽ അതേസമയം തിരുമേനി ഒരു ഫനാറ്റിക്കോ ഒന്നുമല്ല. തിരുമേനി കാര്യങ്ങളെ എങ്ങനെ ക്രമീകരിക്കണം നല്ലത്. എന്നോട് ഞാൻ ആദ്യം ഈ കാനം നെടുവാവ് പള്ളിയാണ്. നെടുവാവ് പള്ളിയിൽ ഒരു തോമാച്ചാനുണ്ട്. അദ്ദേഹം അന്ന് സിംഗപ്പൂർ അനേക വർഷം മുമ്പ് സിംഗപ്പൂർ ആയിരുന്നപ്പോൾ അവിടെ പള്ളിയിലെ വട്ടക്കാരനൊന്നുമില്ല. ഗ്രിഗോറിയോസ് തിരുമേനിയാണ് വന്നപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രിസ്ത്യാനികളും വലിയ പ്രമുഖ വ്യക്തികളെല്ലാവരും വിളിച്ചുകൂടി ഒരു ഡിന്നർ തയ്യാറാക്കി. എല്ലാ പക്ഷിമൃഗാദികളുടെയും മാംസമുണ്ട്. വലിയ ഡിന്നർ. തിരുമേനി വന്നു അതെല്ലാം കണ്ടു. എന്നിട്ട് തോമാച്ചനോട് പറഞ്ഞു, തോമാച്ച ഇത് വലിയ നോമ്പുകാരാണ്. തോമാച്ച പറഞ്ഞാൽ എന്റെ നെഞ്ചിലേക്ക് ഒരു വട്ടം തീ വീണ പോലെ ആയിപ്പോയി. തോമാച്ചൻ ഇങ്ങനെ വളരെപ്പോയി. തോമാച്ച പേടിക്കണ്ട, ഭക്ഷണം നമ്മളെ വേസ്റ്റ് ആക്കുന്ന വലിയ പാപം. ഇറ്റ് ഈസ് എ സിൻ ആൻഡ് എ ക്രൈം. അതുകൊണ്ട് അന്ന് അവിടെ ഈ വലിയ നോമ്പാണെന്ന് അറിയാനായിട്ടൊന്നും ഇപ്പം നമ്മുടെ നാട്ടിൽ പള്ളിയിൽ വലിയ നോമ്പെന്ന് അച്ഛൻ പറയും, പള്ളി ഒരു ചെയ്തുകൊണ്ടത്. അവിടെ പള്ളിയില്ല, വട്ടക്കാരനൊന്നുമില്ല. തിരുമേനി വന്നപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി. തിരുമേനി പറഞ്ഞു, ഇന്ന് ഈ ഭക്ഷണം കഴിക്കാൻ നിങ്ങളെല്ലാവരും ഞാൻ അനുവദിച്ചിരിക്കുന്നു, ഞാനും അതിനനുസരിച്ച് കഴിക്കുന്നു. തിരുമേനി അതിനകത്ത് അല്പം കഴിച്ചു. കാരണം അന്ന് അവിടെ കഴിച്ചില്ലെങ്കിൽ, തിരുമേനി കഴിച്ചില്ല, തിരുമേനി നോമ്പാന്ന് പറഞ്ഞ് മാറിയാൽ ബാക്കിയുള്ള മനുഷ്യർ മുഴുവൻ ഈ കഴിക്കുന്ന ഒരു വിഷം കഴിക്കുന്നവരുടെ പൊതുവെയായി. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു വിശുദ്ധന് മാത്രമേ ഈ രീതിയിൽ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കൂ. എന്നിട്ട് തിരുമേനി അച്ഛൻ തോമാച്ചാനോട് പറഞ്ഞു, എന്റെ അന്നേരമാണ് ഞാൻ ഈ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മഹത്വം എന്നത് മനസ്സിലാക്കി. സാധാരണഗതിക്ക് അന്നൊക്കെ ഇന്നൊക്കെ നമുക്ക് തിരുമേനിമാരുടെ കുറച്ചുകൂടി അടുപ്പമൊക്കെ അന്നത്ര വലിയൊരു ആരാധനയോടുകൂടി മാറിയാണ്. ഈ തിരുമേനിയുടെ മഹത്വം, തിരുമേനിയുടെ ആത്മീക ദർശനം, തിരുമേനിയുടെ വ്യക്തിപ്രാപനം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതെല്ലാം ഭംഗിയായി എല്ലാവരും കഴിച്ചു. നല്ല ഭംഗിയായിട്ട് അവരോടെല്ലാം സംസാരിച്ചു. എല്ലാവർക്കും തിരുമേനിയെ കുറിച്ച് വലിയ മതിപ്പുണ്ടാകുന്നു. തിരുമേനിയെ കണ്ടുമുട്ടിയിട്ടുള്ള ആരും തിരുമേനിയുടെ രൂപം അവരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. കാരണം അത്രമേൽ വശ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി ജീവിതമായിരുന്നു ഗ്രിഗോറിയോസ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തങ്ങളത്തിൽ കുടുംബക്കാർക്ക് പ്രത്യേകമായിട്ട് ഈ ഗ്രിഗോറിയോസ് തിരുമേനിയെ പ്രതി ജീവിതമുള്ളിടത്തോളം കാലം, ഈ ലോകമുള്ളിടത്തോളം കാലം ഓർക്കുവാനും അഭിമാനിക്കുവാനും എ ലെജിറ്റിമേറ്റ് റൈറ്റ് എന്നുള്ള എല്ലാ സാധ്യത. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിൽ നിന്ന് ഇനിയും ഇതുപോലെ മഹാന്മാരായിട്ടുള്ള വൈദികരും മേൽപ്പട്ടക്കാരും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി അച്ഛന്മാരും ഉള്ള പള്ളിയാണ് എറണാകുളം പള്ളി. 3 മദ്രാശന്മാരും. അതുപോലെ അമീനൂർ പള്ളിയിൽ നിന്നും ഒത്തിരി അച്ഛന്മാർ. പക്ഷേ ഈ പള്ളികളിൽ നിന്നൊന്നും ഇപ്പോൾ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരും തന്നെ. എന്റെ അനിയന് 2 ആൺപിള്ളേരും ഒരു പെണ്ണുമാണ്. അപ്പൊ അമ്മമാരെ കണ്ടിട്ടില്ല. ഞാൻ അച്ഛനായാലും മരിച്ചു കഴിയുമ്പോൾ ധൂപമൊക്കെ അർപ്പിക്കാനായിട്ട്
നിങ്ങൾ ആരെങ്കിലും വരുന്നോ എന്ന് ചോദിച്ചപ്പോഴേ അച്ഛൻ അത് ഞങ്ങൾ ആലോചിക്കാം, നോക്കട്ടെ, എതിർന്ന് പറയത്തില്ല, നോക്കട്ടെ, ആലോചിക്കാമെന്നത്. പക്ഷെ പിള്ളേർക്ക് അങ്ങനെ ഒരു താല്പര്യം വരുന്നില്ല. പക്ഷേ ദൈവം വിളിച്ചാൽ മാത്രമേ ഒരാൾ വൈദികനാകത്തുള്ളൂ. ഒരു കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ പട്ടത്തിന്റെ സമയത്ത് എന്റെ അപ്പന്റെ പെങ്ങളുടെ ഒരു മകള്, പുള്ളിക്കാരത്തെ ടീച്ചറാണ്, ഞങ്ങളുടെ അന്നക്കുട്ടി അമ്മാമ്മേതാണ്. ഭയങ്കര ചൂടാകുന്നതുകൊണ്ട് ഈ പള്ളിയുടെ പണ്ടത്തെ കത്തീഡ്രലിന്റെ വാതകം എനിക്കും ഗ്രിഗോറിയോസ് തിരുമേനി അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മക്കൾ ദൈവത്തിന്റെ ദാനവും ഉദരഫലം ദൈവത്തിന്റെ അനുഗ്രഹവും അത്രേ. ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ ദൈവ ശുശ്രൂഷക്കായി സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടും ഔദാര്യമുള്ളവരായിത്തീരുന്നു. തിരുമേനി പറഞ്ഞ കാര്യം ഒരു ടീച്ചറായ ഞങ്ങളുടെ അന്നക്കുട്ടി അമ്മാമ്മ കേട്ടിട്ടൊക്കെ പോയി. അപ്പൊ അവിടെ ഇരുന്നപ്പം പറഞ്ഞു, ദൈവമേ, എനിക്ക് 3 ആൺപിള്ളേരാണ്, ആരെങ്കിലും ഒരാള് അച്ഛനാകാൻ പോയിരുന്നത് നല്ലതായിരുന്നല്ലോ, 3 മക്കളെ ദൈവം മകനും. അപ്പൊ അതിനുശേഷം ഞാൻ റോമിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേ അന്നക്കുട്ടി അമ്മാമ്മയുടെ ഇളയ മകൻ, 3 പിള്ളേരും എംടെക്കുകാർ. ഇളയ മകൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ സെമിനാരിൽ പോവാന്ന്. അമ്മാമ്മ സത്യം കാര്യമായിട്ട് പറയാറുണ്ട്, അത് കാര്യമായിട്ടാണ്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ചേർന്ന് അദ്ദേഹം സെമിനാരിൽ ചേർന്ന് പഠിച്ചു. എംടെക്കുകാരൻ സെമിനാരിൽ ചേർന്ന് വൈദികനായി. ഇപ്പോൾ അദ്ദേഹം അവരുടെ കോളേജിൽ പ്രൊഫസറായിട്ട് ഭൂമി തോട്ടുപുറം അച്ഛൻ. ഞാൻ പറഞ്ഞത്, തിരുമേനിയുടെ ഒരു പ്രസംഗം, തിരുമേനിയുടെ ഒരു വാക്ക് മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ പര്യാപ്തമാണെന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് ഈ പട്ടമായി കഴിഞ്ഞപ്പോഴേ അന്നൊന്നും പറഞ്ഞില്ല, അച്ഛന്റെ പട്ടത്തിന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ തിരുമേനി പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അന്നേരം എന്റെ മനസ്സിൽ ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചത് ഒരു അനുഭവമായി വന്നു. എന്റെ അമ്മാച്ചൻ അവരെല്ലാം യാക്കോയക്കാരാണ്. തിരുമേനി ഈ തിരിഞ്ഞൊക്കെ വരുന്ന കണ്ടിട്ട് അതിനൊക്കെ കലാപരമായ കഴിവുള്ളയൊക്കെയാണ്. പുള്ളി പറഞ്ഞു, നിങ്ങളുടെ തിരുമേനി ഇങ്ങോട്ട് തിരികെ പിറ്റൊക്കെ ചെയ്യുന്നത് കണ്ടാൽ ഒരു നവോഢയെ പോലെയാണ്. നവോഢ എന്ന് പറഞ്ഞാൽ നവവധു. ഏത് സ്ത്രീകളെയും നമ്മൾ അണിയിച്ചൊരു കഴിയുമ്പോൾ വലിയൊരു സൗന്ദര്യം. ഒരു നവോഢയെ പോലെയാണ്, ഒരു നവവധു തിരിഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള ഒരു തേജസ്സിലാണ് നിങ്ങളുടെ തിരുവേണ്ടി നിൽക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അച്ഛൻ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം, നിങ്ങളെല്ലാവരും എന്നെയും ഓർക്കണം. ഞാനും മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ മേൽപ്പെട്ട സ്ഥാനത്തിന്റെ വലിയ ഐക്യം ഗ്രിഗോറിയോസ് തിരുമേനി. ഈ തിരുമേനിയുടെ ഏതെങ്കിലും ഒരു അംശം ജീവിതത്തിൽ പുലർത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നിങ്ങൾ പ്രാർത്ഥിക്കണം. തിരുമേനിയുടെ പ്രാർത്ഥനയാലും തിരുമേനിയുടെ കൈവപ്പിലൂടെ പൗരോഹത്തിലേക്ക് വന്ന ഞാനും അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഒരു അവസരം വലിയ ദൈവനിയോഗമായിട്ടും അനുഗ്രഹമായിട്ടും എന്റെ ജീവിതത്തിലെ ഒരു വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കരുതുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി.